ആ കാട്ടുതീ അവസാനിച്ചിട്ടില്ല. വീണ്ടും അത് ആളിപ്പടരുകയാണ്. വൈഭവ് സൂര്യവംശി എന്ന 15-കാരന്റെ താണ്ഡവം വീണ്ടും കാണാൻ സാധിച്ചു. കേവലം 15 പന്തുകളിൽ വീണ്ടും അവൻ അർദ്ധ സെഞ്ചുറി സ്വന്തമാക്കിക്കൊണ്ട് RCB ബൗളിംഗ് നിരയെ തകർത്തുവാരി. കേവലം 26 പന്തുകളിൽ നിന്ന് 78 റൺസാണ് വൈഭവ് ഈ മത്സരത്തിൽ സ്വന്തമാക്കിയത്. 8 ബൗണ്ടറികളും 7 പടുകൂറ്റൻ സിക്സറുകളുമാണ് താരം നേടിയത്. ഇതുവരെ ഈ IPL-ൽ മികച്ച ബോളിംഗ് പ്രകടനം കാഴ്ചവെച്ച ബാംഗ്ലൂർ ടീമിലെ എല്ലാവരെയും ചെണ്ടയാക്കി മാറ്റുകയായിരുന്നു സൂര്യവംശി. അവസാനം ക്രൂണാൽ പാണ്ഡ്യയുടെ പന്തിൽ പുറത്താകുമ്പോഴും നിരാശയോടെയാണ് ആ കൊച്ചുപയ്യൻ മടങ്ങിയത്. ഇനിയും തനിക്ക് റൺ സ്വന്തമാക്കണമെന്ന വാശി അവനിൽ ഇപ്പോഴുമുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ സാക്ഷാൽ ജസ്പ്രീത് ബുംറയെ താൻ നേരിട്ട ആദ്യ പന്തിൽ തന്നെ ഗാലറിയിലേക്ക് പറത്തിയപ്പോൾ പലരും അതിനെ വെറുമൊരു ഭാഗ്യമെന്നും ഒറ്റത്തവണ അത്ഭുതമെന്നും വിളിച്ച് പരിഹസിച്ചു. എന്നാൽ വെറും 15 വയസ്സുകാരനായ പയ്യൻ തന്റെ വിമർശകർക്ക് മറുപടി നൽകാൻ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. കളിക്കളത്തിൽ അവൻ കാത്തുനിന്നത് ലോകം മുഴുവൻ കേൾക്കുന്ന രീതിയിൽ തന്റെ ബാറ്റിംഗ് വിസ്മയം തീർക്കാനാണ്. ഈ ചെറുപ്രായത്തിൽ തന്നെ അത് തെളിയിക്കാൻ അവൻ തികഞ്ഞ വാശിയോടെയാണ് ക്രീസിലെത്തിയത്. RCBക്കെതിരായ ഇന്നത്തെ മത്സരത്തിൽ ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ബൗളർമാരിൽ ഒരാളായ ജോസ് ഹേസൽവുഡിനെ അവൻ നേരിട്ട രീതി അവിശ്വസനീയമായിരുന്നു. തുടർച്ചയായി 4-4-4-6 എന്നിങ്ങനെ അതിർത്തി കടത്തി അവൻ ആ ഓവർ പൂർണ്ണ ആധിപത്യം സ്ഥാപിച്ചു. സിംഗ് രാജാവായ ഭുവനേഷ് കുമാറും ആ ബാറ്റിന്റെ കരുത്തറിഞ്ഞു. 2 കൂറ്റൻ സിക്സറുകളാണ് ഭൂവിക്കെതിരെ അവൻ പറത്തിയത്. അതിനുശേഷവും അവനെ തടയാൻ ആർക്കുമായില്ല. അഭിനന്ദൻ സിംഗും ടീം ഡേവിഡും ആ നിർഭനായ പോരാളിയുടെ പ്രഹരശേഷിക്ക് മുമ്പിൽ പകച്ചു നിൽക്കുന്നതാണ് പിന്നീട് ലോകം കണ്ടത്. വെറും 10-11 IPL മത്സരങ്ങളുടെ മാത്രം പരിചയമുള്ള ഒരു 15 വയസ്സുകാരിൽ നിന്ന് നിങ്ങൾ എത്രത്തോളം ആധിപത്യമാണ് പ്രതീക്ഷിക്കുന്നത്? എന്നാൽ നിങ്ങളുടെ സങ്കല്പങ്ങൾക്കും അപ്പുറമാണ് വൈഭവ് എന്ന യാഥാർത്ഥ്യം. ബാംഗ്ലൂരിന്റെ മികച്ച ബൗളിംഗ് നിരക്കെതിരെ വെറും 15 പന്തുകളിൽ നിന്ന് അവൻ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കുന്നുണ്ട്. 26 പന്തിൽ 78 റൺസ് എടുത്ത് പുറത്താകുമ്പോഴും ഈ IPL-ൽ കണ്ട ഏറ്റവും മികച്ച ബാറ്റിംഗ് പ്രകടനങ്ങളിലൊന്നാണ് അവൻ കാഴ്ചവെച്ചിരിക്കുന്നത്. അസാമാന്യമായ പ്രതിഭയാണ് അവനിലുള്ളത്. ഒരു ഇതിഹാസ താരത്തെ പോലെ കണ്ണും കൈയും തമ്മിലുള്ള ഏകോപനവും കരീബിയൻ രാക്ഷസന്മാരെ അനുസ്മരിപ്പിക്കുന്ന കരുത്തും സാക്ഷാൽ വീരേന്ദർ സെവാഗിനെ പോലുള്ള നിർഭയമായ മനോഭാവവും അവനിൽ ഒത്തുചേരുന്നു. ബുംറ, ഭുവി, ഹേസൽവുഡ് തുടങ്ങിയ ലോകോത്തര ബൗളർമാരെ തന്റെ 15-ാം വയസ്സിൽ തന്നെ ഇങ്ങനെ വേട്ടയാടുന്നുവെങ്കിൽ തന്റെ 20കളിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ അവൻ എന്തായി തീരുമെന്ന് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. അവൻ എതിരാളികൾക്ക് മേൽ കുതിച്ചു പായുന്ന ഒരു വന്യമൃഗമായി മാറും. ഹേസൽവുഡിനെ പലപ്പോഴും ആരാധകർ സ്നേഹത്തോടെ ഹേസൽ ഗോഡ് എന്ന് വിളിക്കാറുണ്ട്. എന്നാൽ ഇന്ന് ആ ദൈവത്തെയും ആ കൊച്ചുപയ്യൻ നിഷ്പ്രഭനാക്കി. വരുംകാല ക്രിക്കറ്റിലെ രാജാവിന് മുമ്പിൽ ആദരവോടെ നിൽക്കുന്നു വൈഭവ്. ലോക ക്രിക്കറ്റിൽ ഇന്നുള്ളവരിൽ വെച്ച് ഏറ്റവും മികച്ച ബൗളറാണ് എതിരെ നിന്നത്. അയാൾ ആരാണ് എന്നാണ് ആ 15 വയസ്സുകാരന്റെ ആറ്റിറ്റ്യൂഡ്. ബുംറയുടെ ആദ്യ പന്തിൽ മിഡ്ഡോണിന് മുകളിലൂടെയൊരു നോൺ ചലഞ്ച് വിപ്പ്. പന്ത് ഗാലറിയിലാണ്. 2 പന്തുകൾക്ക് ശേഷം ഒരു സ്ലോവർ ഷോട്ട് ബോൾ പിക്ക് ചെയ്യുന്നു. തകർപ്പിനൊരു പുൾ ഷോട്ടിലൂടെ അതിർത്തി കടത്തുന്നു. IPL-ൽ നേരിടുന്ന ആദ്യ പന്ത് സിക്സറാണ്. ജസ്പ്രീത് ബുംറയെ നേരിടുന്ന ആദ്യ പന്ത് സിക്സറാണ്. ഹേസൽവുഡിനെ ആദ്യമായി നേരിടുമ്പോൾ സ്വീകരിക്കുന്നത് 4-4-4-6 എന്നിങ്ങനെയാണ്. ക്രീസിൽ വൈഭവ് സൂര്യവംശിയാണെങ്കിൽ പന്തെറിയുന്നത് ജസ്പ്രീത് ബുംറയോ ഹേസൽവുഡോ ആയാൽ പോലും മാർജിൻ ഓഫ് എറർ വളരെ നേർത്തതാണ്. ഫിയർലെസ് ബാറ്റിംഗ് അറ്റ് ഇറ്റ് ഈസ് ബെസ്റ്റ്. വൈഭവ് അന്താരാഷ്ട്ര ക്രിക്കറ്റിന് തയ്യാറായിട്ടില്ല എന്ന് പറയുന്നവരോട് സഹതാപം മാത്രമേയുള്ളൂ. ഏജ് ഗ്രൂപ്പ് ഫോർമാറ്റുകളിലും ആഭ്യന്തര ക്രിക്കറ്റിലുമെല്ലാം തന്നെ നിലവിൽ നേരിടുന്നവർ തനിക്ക് പോന്നവരല്ല എന്ന ഫീലാണ് വൈഭവിന് ഉണ്ടാക്കിയിട്ടുള്ളത്. റൺ സ്കോറിങ്ങും റെക്കോർഡ് ബ്രേക്കുമെല്ലാം വളരെ ഈസിയാണ് എന്ന രീതിയിൽ മുന്നോട്ടു പോകുന്ന പയ്യൻ കൂടുതൽ കടുത്ത വെല്ലുവിളികൾ അർഹിക്കുന്ന രീതിയിൽ കാലിബറുള്ള പ്ലെയറാണ് എന്നിരിക്കെ പയ്യന്റെ പ്രായമോ അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ സമ്മർദ്ദമോ ഒന്നും തന്നെ കണക്കിലെടുക്കേണ്ട കാര്യമേയില്ല. IPL-ൽ വൈഭവ് അടിച്ചു പറത്തുന്നത് വേൾഡ് ക്ലാസ് ബൗളർമാരെയാണ് എന്നതും നിങ്ങൾ ശ്രദ്ധിക്കണം. റെഡ് ഹോട്ട് ഫോമിലുള്ള വൈഭവിനെ സാധ്യമാക്കുന്ന ആദ്യത്തെ അവസരത്തിൽ തന്നെ ഇന്ത്യൻ ടീമിലേക്ക് കൊണ്ടുവരിക എന്ന ഓപ്ഷൻ മാത്രമേ മുന്നിലുള്ളൂ. BCCIക്ക് ഓർഗാനിക്കായ രീതിയിലുള്ള പോസ്റ്റർ ബോയ് ലഭിച്ചിരിക്കുന്നു. ഒരു ജനറേഷൻ ബാറ്റർ.